സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് പ്രസ് ക്ലബ്ബ് മീറ്റ് ദി ലീഡർ എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഈ പരിപാടിയിൽ ആദ്യമായി പങ്കെടുക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹാദരങ്ങളോടെ പാലക്കാട് പ്രസ് ക്ലബ്ബിന് വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ DCC പ്രസിഡന്റായിട്ടുള്ള തങ്കപ്പേട്ടനും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ തെരഞ്ഞെടുപ്പും നമ്മുടെ നാടിന്റെ പുരോഗതിയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ തലത്തിലേക്ക് ഉള്ള ചർച്ചകളും സംവാദങ്ങളും ഉണ്ടാവണം. മറ്റ് വിവാദങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംവാദമാണ് പൊതുവെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ ഉയർന്നു വരാറുള്ളത്. ഏത് പക്ഷത്തായാലും അതിന്റെ ഒരു അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത് നാടിന്റെ പുരോഗതിയെ ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരം ചർച്ചകളും വികസന കാഴ്ചപ്പാടുകളും ഒക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നേതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പാലക്കാട് പ്രസ് ക്ലബിൽ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഞാൻ പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. നമുക്ക് ഇത്തരം തെരഞ്ഞെടുപ്പുകൾ വളരെ ഗുണനിലവാരമുള്ള ചർച്ചകൾക്ക് വഴിതെളിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ജനാധിപത്യത്തിന്റെ മനോഹാരിതയാണ് നല്ല സംവാദങ്ങൾ, നല്ല ചർച്ചകൾ, ഡിബേറ്റും ഡിസ്കോഴ്സും ജനാധിപത്യത്തിന് ഏറ്റവും ഫലം ഉണ്ടാക്കും. മാത്രമല്ല അതിനൊരു ഗുണപരമായ ഒരു പരിണതഫലം കൂടി എല്ലാ സംവാദങ്ങൾക്കും ഉണ്ടാകും. അതിന്റെ ബെനഫിഷ്യറീസ്, ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. സംവാദങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നതിന്റെ അന്തിമമായി അതിന്റെ ഗുണഫലം അനുഭവിക്കേണ്ടത് ഗുണഭോക്താക്കളാവേണ്ടത് സാധാരണക്കാരാണ്. ഞങ്ങൾ തീർച്ചയായും കേരളത്തിൽ 9.5 വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റിന് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അവർക്കെതിരായിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ കോടതിയിൽ അവരെ വിചാരണ ചെയ്യാൻ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുമ്പോൾ സംശയമില്ല. ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന്റെ പരാജയങ്ങളെ ജനങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തി അതിനു വേണ്ടിയിട്ടുള്ളൊരു വിചാരണ, സർക്കാരിന്റെ വിചാരണ ജനങ്ങൾ ചെയ്യുന്ന ഒരു അവസരമാക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ സർക്കാരിനെതിരായിട്ടുള്ള വിശദമായ ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാ വീടുകളിലും ഞങ്ങൾ എത്തിക്കും. അതേ അവസരത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തോടും ഒരു ചോദ്യം ഉണ്ടാവും. സ്വാഭാവികമാണ്, നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് കൃത്യമായ ബദൽ പദ്ധതികളുണ്ട്, ബദൽ പരിപാടികൾ ഞങ്ങൾക്കുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും എവിടെയാണ് സർക്കാരിന് വീഴ്ച പറ്റിയത് അവിടെയെല്ലാം അതിന് ബദലായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ഞങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഞങ്ങളുടെ ഒരു മുഖ്യമായ ആരോപണം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇവർ തകർത്തു. അടുത്ത വർഷം ഇവർ അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ 6 ലക്ഷം കോടിയിൽ അധികം വരുന്ന വലിയ ബാധ്യതയിലേക്ക് ഈ സംസ്ഥാനത്തെ തള്ളിവിട്ടുകൊണ്ടാണ് ഈ ഗവൺമെന്റ് താഴേക്ക് പോകുന്നത് എന്നാണ്. അപ്പോ ഈ സാമ്പത്തികമായി നമ്മുടെ കേരളത്തിന്റെ ഭരണ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇതുപോലെ തകർന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോ സ്വാഭാവികമായ ചോദ്യം വരും, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് ഈ തകർന്നിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള കൃത്യമായ പദ്ധതികൾ ഞങ്ങൾ വിവിധ വിഷയങ്ങളിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഗവേഷണ തുല്യമായ പഠനങ്ങൾ ഞങ്ങൾ നടത്തി. എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചു. മരുന്നില്ല, ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല, നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോ വെന്റിലേറ്ററിലായ ആരോഗ്യ കേരളത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളൊരു UDF ചരിത്രത്തിലാദ്യമായി ഒരു പ്രതിപക്ഷം ഹെൽത്ത് കമ്മീഷനെ രൂപീകരിച്ചു. ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തി. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ 300ഓളം ഡോക്ടർമാർ ഫലപ്രദമായ ഒരു ആരോഗ്യ
നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയിലാണ്. ജനുവരി ആകുമ്പോൾ നമ്മളത് ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ ബ്രെയിൻ ഡ്രെയിൻ ആണ് നടക്കുന്നത്. കേരളത്തിൽ നിന്ന് പോവുകയാണ് വിദേശ രാജ്യങ്ങളിൽ. ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള അക്കാഡമിഷ്യന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ അതിന്റെ ഒരു ഡോക്യുമെന്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റ് കേരളത്തിലെ സർവകലാശാല ആസ്ഥാനങ്ങളിലെല്ലാം ആ ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ് വെച്ച് ചർച്ചയാണ്. അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് ഞങ്ങൾ ജനുവരിയിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും. കാർഷിക മേഖലയിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ, തീരദേശത്തെ വിഷയങ്ങളിൽ, SC ST-യുമായി ബന്ധപ്പെട്ടവരുടെ അലോക്കേഷൻ കാര്യങ്ങൾ എല്ലാം ചെയ്യും. ഈ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടു ഞങ്ങളിത് ഉണ്ടായതിനു ശേഷം ഈ സംസ്ഥാനത്തിലുണ്ടായ കോട്ടങ്ങളെയും നേട്ടങ്ങളെയും ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പൊ അധികാര വികേന്ദ്രീകരണത്തെ, ആ സംവിധാനത്തെ, ലോക്കൽ ബോഡികളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. വലിയ പഠനത്തിന് ശേഷം നടത്താൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കേരളത്തിനെ സീറോ വേസ്റ്റ് ആക്കി മാറ്റുന്നതാണ്. നമുക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സംസ്ഥാനമാണ് കേരളം. സീറോ വേസ്റ്റ് ആക്കി മാറ്റിയാൽ അതിന്റെ പരിണത ഫലം കേരളത്തിന്റെ ഇക്കോണമിയിൽ വരെ, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വരെ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും എന്ന് ഞങ്ങൾ കരുതുന്നു. അതുപോലെ 3.5 ലക്ഷം പേരെയാണ് കേരളത്തിൽ പട്ടികടിച്ചിട്ടുള്ളത്. 2014 4 കോടി രൂപയുടെ വാക്സിൻ മേടിച്ച സ്ഥലത്ത് 2023 മേടിച്ചിരിക്കുന്ന 24 കോടി രൂപയുടെ വാക്സിനാണ്. 3.5 ലക്ഷം പേരെ പട്ടികടിച്ചു. ഈ ഒരു മെസ്സേജ് പുറത്തോട്ട് പോയല്ലോ. കേരളത്തിലേക്ക് ആരെങ്കിലും വരുമോ? അപ്പോൾ പൂർണ്ണമായി തെരുവ് നായ്ക്കളുടെ ശല്യത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ പദ്ധതി നടപ്പാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ആദ്യമായിട്ടൊരു ദാരിദ്ര്യമുക്ത പരിപാടി തുടങ്ങിയത്, ആശ്രയ പദ്ധതി. ഇന്നത്തെ സാഹചര്യത്തിന് അനുഗുണമായി അതിന് കറസ്പോണ്ടിങ് ആയി ആ പദ്ധതിയെ നവീകരിച്ച് ആശ്രയ 2 ഞങ്ങൾ നടപ്പാം. അതുപോലെ ഓരോ പ്രദേശങ്ങളിൽ ഓരോ ലോക്കൽ ബോഡിക്ക് കീഴിലും ഓരോ സാധ്യതകളാണ്. ചില സ്ഥലത്ത് അനന്തമായ ടൂറിസം സാധ്യതകളുണ്ട്. ചില സ്ഥലത്ത് കാർഷിക മേഖലയിൽ അവരുടെ ഉൽപ്പന്നങ്ങളെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റുന്ന വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാം. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കാം. അങ്ങനെയുള്ള ഓരോ ലോക്കൽ ബോഡിയുടെയും വ്യത്യസ്തതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ലോക്കൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, അവിടുത്തെ മുൻഗണനകളെ അടിസ്ഥാനമാക്കി അവിടെ കൂടുതൽ നിക്ഷേപം ഉണ്ടാകാൻ ലോക്കൽ ബോഡി ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ ലോക്കൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അതുപോലെ കുടുംബശ്രീ പൂർണ്ണമായ ഒരു നവീകരണത്തിന് വിധേയമാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കുടുംബശ്രീയുടെ അടുത്ത ലക്ഷ്യം, ഞങ്ങളുടെ ലക്ഷ്യം, കുടുംബശ്രീ അംഗങ്ങളായ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തരാക്കുക, സാമ്പത്തികമായി ഒരു പുരുഷനെയും ആശ്രയിക്കാൻ സ്ത്രീകൾക്ക് സാമ്പത്തികമായ സ്വയം പര്യാപ്തത ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായി കുടുംബശ്രീയെ നവീകരിക്കും. തൊഴിലുറപ്പ് പദ്ധതിയും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയും കുറെ കൂടി പൂർണ്ണമായി 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുന്ന രീതിയിൽ കുറെ കൂടെ ഭംഗിയായിട്ട് പരിഷ്കരിക്കും. ഏറ്റവും പ്രധാനമായ ചുരുക്കി പറയാം, പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന കാര്യത്തിൽ കുറെ കൂടെ ശാസ്ത്രീയമായ ഒരു സമീപനം ഉണ്ടാവും. പദ്ധതികൾ നടപ്പാക്കി കിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കും. പദ്ധതി നിർവഹണം, അതാണ് വലിയ വെല്ലുവിളി. കേരളം മുഴുവൻ ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതിന് മുൻപാണ് പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അത് ലീഗലൈസ് ചെയ്യും. അക്കൗണ്ടബിലിറ്റി. ഒരു കൊല്ലം കൊണ്ട് നടപ്പാക്കേണ്ട പദ്ധതി 365 ദിവസം നടപ്പായില്ലെങ്കിൽ 366ാമത്തെ ദിവസം അതിന് ഉത്തരവാദികളായ ആളുകൾ ഉത്തരം പറയേണ്ട, അക്കൗണ്ടബിലിറ്റി ഉണ്ടാകേണ്ട, അതിനെ നിയമവൽക്കരിക്കും. അങ്ങനെയുള്ള കുറേ പദ്ധതികളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ എല്ലാ വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലൊക്കെയുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സാധാരണക്കാരന്റെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാകുന്ന തരത്തിൽ ലോക്കൽ ബോഡികളെയും ഗവൺമെന്റുകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറെ കൂടെ സ്വാതന്ത്ര്യം പ്രാദേശിക സർക്കാരുകൾക്ക് നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വശത്ത് സർക്കാരിനെതിരായ, സർക്കാരിന്റെ തെറ്റുകൾക്കെതിരായ അതിശക്തമായ ആക്രമണം, മറുവശത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ബദൽ പദ്ധതികൾ. ഈ 2 രീതിയിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച കുറ്റപത്രം സമർപ്പിച്ചു. ഇന്നലെ ഞങ്ങൾ മാനിഫെസ്റ്റോയും ഞങ്ങൾ കൊണ്ടുവന്നു. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്.
ഞാൻ ചുരുക്കി പറഞ്ഞത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ UDFന്റെ ഒരു സാധ്യത ഇപ്പോൾ ഒരു വിലയിരുത്തലൊക്കെ നടക്കുമ്പോൾ പ്രത്യേകിച്ചും പട്ടികയുടെ സൂക്ഷ്മ പരിശോധനയെല്ലാം കഴിഞ്ഞു, ഒരു ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഞങ്ങള് ഉജ്ജ്വലമായ വിജയം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടാവും. കാരണം കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും നല്ല വിജയമുണ്ടായി. ലോക്കൽ ബോഡിയിലേക്ക് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾക്ക് എഡ്ജുണ്ടായി, ഞങ്ങൾക്കായിരുന്നു മുൻതൂക്കം. പിന്നെ ഞങ്ങൾ നല്ല തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ 1 വർഷം മുമ്പേ സംസ്ഥാനത്തെ മുഴുവൻ വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു. ഞങ്ങൾ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി എല്ലാ വീടുകളിലും. ഞങ്ങൾ വോട്ടർ പട്ടികയിൽ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും ഭംഗിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു പ്രതിഷേധം കൂടി ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഞങ്ങളുടെ ഫീഡ്ബാക്ക് അതാണ്. അപ്പൊ അതുകൂടി ചേരുമ്പോൾ ഞങ്ങളുടെ തയ്യാറെടുപ്പുകളും ജനങ്ങൾക്കുള്ള പ്രതീക്ഷകളും എല്ലാം വെച്ച് ചേരുമ്പോൾ നല്ല വിജയം, തിളക്കമാർന്ന വിജയം ഈ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നു. പാലക്കാട് ജില്ലയിൽ പൊതുവെ UDF പക്ഷത്തെ അപേക്ഷിച്ച് LDF പക്ഷത്തെ കൂടുതലാണ്. PK ശശിയെ പോലെയുള്ള ആളുകൾ CPM-ലേക്ക് മത്സരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ PK ശശിയെ പോലെ കൊഴിഞ്ഞാപ്പാറയുടെ വിമതരെ പോലെയുള്ള ആളുകളെ കൂടെ ചേർത്താൻ UDFന്റെ ഭാഗത്ത് എന്തെങ്കിലും നടപടികൾ ഉണ്ടാകും? ഞാൻ വ്യക്തികളെ കുറിച്ചോ പാർട്ടികളെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി UDFന്റെ അടിത്തറ വിപുലീകരിക്കും. അത് പാലക്കാട് ജില്ലയിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. പാലക്കാട് ഇടതുപക്ഷ മുന്നണിയിൽ പ്രധാനപ്പെട്ട കക്ഷികളായ CPM-ലും CPI-ലും വലിയ അംഗചിത്രമാണ്, ഭയങ്കര പോരാണ് അല്ലേ നടക്കുന്നത്. അതിന്റെയൊക്കെ ഒരു ഔട്ട്കം ഉണ്ടാവും, ഒരു പരിണത ഫലമുണ്ടാവും. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഗൗരവതരമായ, ഞാൻ വ്യക്തികളെയോ പാർട്ടികളെയോ ഒന്നും പറയുന്നില്ല, ഗൗരവതരമായ രീതിയിലുള്ളൊരു മാറ്റം സംസ്ഥാനത്തുടനീളം UDFന്റെ അതിശക്തമായ അടിത്തറ വിപുലപ്പെടുത്തുന്ന തീരുമാനങ്ങൾ ഉണ്ടാവും. അതിന്റെ ഭാഗമായി പാലക്കാടും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ. ഇപ്പൊ തന്നെ പട്ടാമ്പിയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിന്നിരുന്നൊരു വലിയ ടീം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. CPI-യുമായും CPM-ഉമായും പിണങ്ങി നിൽക്കുന്ന വലിയൊരു വിഭാഗം പല സ്ഥലത്തും പ്രാദേശികമായി ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഞങ്ങൾ ജില്ലാ UDF കമ്മിറ്റിക്കും അതിനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അത് തുടരും. ഈ കുടുംബശ്രീ ശാക്തീകരിക്കുന്നതാണല്ലോ, മുമ്പ് UDF ജനശ്രീ തുടങ്ങിയത്, അതിന്റെ അവസ്ഥ അല്ല, UDF അങ്ങനെ ജനശ്രീ KPCCയുടെ നേതൃത്വത്തിൽ നേരത്തെ ഒരു സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചു. അതും കുടുംബശ്രീ വരെയാണ്. ഇത്തവണ KSU ഉൾപ്പെടെയുള്ള അങ്ങനെ യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഒരു പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു വിഷന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചതാണോ? തീർച്ചയായിട്ടും ഞങ്ങള് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ യുവാക്കൾക്ക്, ചെറുപ്പക്കാർക്ക് സീറ്റുകൾ കൊടുക്കണമെന്നാണ്. സ്ത്രീകൾക്കും ഇവിടെ പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് 50% സംവരണമുണ്ട്. പല സ്ഥലത്തും 60% ആ സംവരണം UDFന്റെ പല സ്ഥലങ്ങളിൽ കൂടി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും അവസരം കൊടുക്കണമെന്നാണ്. അപ്പൊ ആ നിർദ്ദേശം UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ കൂട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ സംസ്ഥാനത്തുടനീളം മത്സര രംഗത്തുണ്ട്. ഇപ്പോ പാണക്കാട് തങ്ങള് വരെ പറഞ്ഞത് മലബാറിൽ മുസ്ലിം ലീഗിന് കിട്ടിയ ഒരു പ്രാതിനിധ്യം പാലക്കാട് കഴിഞ്ഞാൽ തെക്കോട്ടേക്ക് കിട്ടിയിട്ടില്ല എന്നൊരു പരാതി പറഞ്ഞിരുന്നു. പ്രസംഗത്തിലാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ഞങ്ങൾ പൊതുവെ ടീം UDF ആയിട്ട് തന്നെയാണ് നിന്നിരിക്കുന്നത്. ഞങ്ങള് നല്ല രീതിയിലാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ എല്ലാം വളരെ നന്നായിട്ടാണ് പോയിരിക്കുന്നത്. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം 35 പഞ്ചായത്തുകളിൽ തർക്കമായിരുന്നു അല്ലെ. സാമ്പാർ മുന്നണി എന്നൊക്കെ നിങ്ങൾ പേരിട്ട് വിളിച്ചാൽ ഇപ്പൊ അവിടെ വല്ല തർക്കമുണ്ടോ? 20 വർഷമായി ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കമുണ്ടായിരുന്ന കൊണ്ടോട്ടിയിലെ മുഴുവൻ തർക്കവും തീർത്തു. 20 വർഷമായിട്ട് നിലനിന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ കേരളത്തിൽ ഒരു പഞ്ചായത്തിലോ ഒരു കോർപ്പറേഷനിലോ ഒരു മുനിസിപ്പാലിറ്റിയിലോ ലീഗ് കോൺഗ്രസ് തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ സ്ഥലത്തും. അപ്പൊ കുറെ കൂടി അർഹത, കുറെ കൂടി അവരെ അക്കോമഡേറ്റ് ചെയ്യണമായിരുന്നു. അത് തീർച്ചയായിട്ടും ഇനിയുള്ള സമയത്ത് അത് ശ്രദ്ധിക്കും. വെൽഫെയർ പാർട്ടിയുമായി ചില പ്രാദേശിക നീക്കുപോക്ക് UDFനുണ്ട് എന്ന് സാധിക്കലി തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അല്ല, ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞില്ല, അവര് ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല. അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അവര് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ UDF സ്ഥലങ്ങളിൽ അവരുമാക്കിയിട്ട് ധാരണയായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ പിന്തുണ സ്വീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പിന്തുണ ഞങ്ങൾ നിരസിച്ചിട്ടില്ല. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നു. ആ പിന്തുണക്കെതിരെ സുന്നി സംഘടനകൾ സിറാജ് ഉൾപ്പെടെ സുന്നി സംഘടനകൾ വളരെ ശക്തമായിട്ട് അതൊക്കെ സമുദായങ്ങളിലൊക്കെയുള്ള തർക്കങ്ങളിലൊന്നും ഞങ്ങൾ ആരും ഇടപെടാറില്ല. UDF സ്വീകരിക്കുന്ന അല്ലല്ല, ശരിയല്ല. അവർക്ക് അവരുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പില് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച സമയത്ത് ആദ്യം ആഹ്ലാദ പ്രകടനമായിട്ട് രംഗത്ത് വന്ന SDPI ആണ്. അപ്പൊ അവരുടെ ഒരു പിന്തുണയും അത്തരത്തിൽ ലഭിക്കുകയാണെങ്കിൽ വെൽഫെയർ പാർട്ടി ഞങ്ങളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയും നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞത് ആരാ? നിങ്ങളത് വലിയ വാർത്തയാക്കിയില്ല. ആരാ വാർത്തയാക്കിയത്? കേരള രാഷ്ട്രീയത്തിൽ ഒറ്റ മുന്നണി അങ്ങനെ പറഞ്ഞുള്ളൂ, UDF അല്ലേ? അങ്ങനെ പറഞ്ഞുള്ളൂ. പിന്നെ പാലക്കാട് UDF ജയിച്ചു കഴിഞ്ഞപ്പോ പ്രകടനം നടത്തിയപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ആരോടെങ്കിലും പ്രകടനം നടത്താതിരിക്കാം. നിങ്ങൾ പ്രകടനം നടത്താൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരം ഞങ്ങൾക്ക് ഉണ്ടാവും. ഞങ്ങൾ ജയിച്ചത് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ്. ഞങ്ങൾ 18,000 വോട്ടാണ് ജയിച്ചത്. ഉജ്ജ്വലമായ വിജയമാണ് നേടിയത്. അതിനെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ചില മാധ്യമങ്ങളും CPM നറേറ്റീവുകളൊക്കെ കൊണ്ടുവന്നാണ്. അവര് തന്നെ പ്രകടനം നടത്തിച്ചാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇതിന്റെ ഈ ഞങ്ങളുടെ ഗ്രേസ് കളയാൻ വേണ്ടി. സംസ്ഥാന ഭരണത്തിൽ ഉള്ളതുപോലെ തന്നെ 10 വർഷത്തോളമായിട്ട് പാലക്കാട് നഗരസഭയിലും കോൺഗ്രസ് രണ്ടാമതാണ്. അപ്പൊ ഇക്കുറി പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് എന്താണ് ഉദ്ദേശിച്ചത്? പാലക്കാട് നഗരസഭയിൽ ഇപ്രാവശ്യം വിസ്മയങ്ങളുണ്ടാവും. കാരണം പാലക്കാട് നഗരസഭ UDF തിരിച്ചുപോയി. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഇതാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പാലക്കാട് ടൗണിൽ BJPയെ ഞങ്ങള് ബഹുദൂരം ഞങ്ങൾ പിന്നിലായി. വളരെ ഫ്രണ്ടിലേക്ക് ഞങ്ങൾ പോകുന്നു. നല്ല BJP കേന്ദ്രങ്ങളിൽ പോലും, ഞാൻ ആ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിച്ച ഒരാളാണ്. BJP കേന്ദ്രങ്ങളിൽ പോലും സാധാരണ ഞങ്ങളുടെ സ്ക്വാഡ് പ്രവർത്തനം നടത്താത്ത BJP കേന്ദ്രങ്ങളിൽ പോലും ഞങ്ങൾ നിർബന്ധിച്ച് സ്ക്വാഡ് പ്രവർത്തനം നടത്തിയപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ ആണ് കിട്ടിയത്. ഞാനത് അന്നെല്ലാം അനലൈസ് ചെയ്ത ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ തരത്തിലാണ്. കാരണം അവർക്ക് മടുത്തു. ഇത് അഴിമതിയാണ്, ഇവര് തമ്മിത്തല്ലലാണ്. നിങ്ങൾക്കറിയാലോ BJPയിൽ ഒക്കെ നടക്കുന്നത് അടിയല്ലേ. പാലക്കാട് BJPയിലും CPM-ലും CPI-ലും ഒക്കെ നടക്കുന്നത് കൂട്ടി അടിയാണ് അല്ലേ? അത് BJPയിൽ അത് വളരെ വ്യക്തമാണ്. പല ചേരികളായിട്ട് തിരിയാണ്. അപ്പൊ ഇപ്രാവശ്യം നല്ല ഭരണം ഉണ്ടാവാൻ UDF-ന് നഗരസഭ UDF പിടിക്കുമെന്നതാണ് ഞങ്ങളുടെ അസസ്മെന്റ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിന്റെ ചില സിറ്റിംഗ് സീറ്റുകളിലെ DCC വിമതരായി മത്സരിക്കുന്നത് ചെറിയ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി സമയമില്ല. 6 സ്ഥലങ്ങളിലെ UDF വിമതരുണ്ട്. അതൊക്കെ നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ. ഇതിനൊക്കെ കുറെ ആളുകൾ പൊക്കോളും. BJP അകറ്റി നിർത്താൻ വേണ്ടി പാലക്കാട് നഗരസഭ പോലുള്ള സ്ഥലത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു പിന്തുണ തേടേണ്ട ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടാവും? തീർച്ചയായിട്ടും ഇല്ല. ഞങ്ങൾ ഒരു സ്ഥലത്തും BJPയുമായിട്ടും CPM-ഉമായിട്ടും ഇടതുമുന്നണിയായിട്ടല്ല, CPM-ഉമായിട്ടും BJPയുമായിട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പുതിയ ഓഡിയോ സംഭാഷണങ്ങൾ, അതിന്റെ ഗുരുതരമായ സ്വഭാവത്തിലുള്ള ഓഡിയോ സംഭാഷണങ്ങൾ ഇന്നലെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. ആ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഇതിൽ ശക്തമായ നിലപാടെടുത്ത ആളാണ്. പക്ഷെ രാഹുൽ ഇപ്പോഴും ഇവിടെ പലതരത്തിലും സജീവമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ സജീവമാണ്. എന്താണ് നിലപാട്? ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ. അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലല്ലോ. പാർട്ടി നേതൃത്വം യുനാനിമസ് ആയി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. പിന്നെ നിങ്ങളിപ്പോ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും. ഒരേ കാര്യത്തിന് ഞങ്ങൾ നടപടി എടുത്തില്ലേ? ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ നടപടി എടുത്തു. ആ നടപടി ഇപ്പോ നിലനിൽക്കുകയാണ്. ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടാ? 2 CPM നേതാക്കന്മാര് ശബരിമലയിലെ സ്വർണ്ണക്കള്ള നടത്തിയത് ജയിലിലാണ്. മോഷണ കേസിൽ പ്രതികളാണ്. അറിയപ്പെടുന്ന 2 CPM നേതാക്കന്മാർ. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? മിണ്ടുന്നില്ലല്ലോ. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി മോഷണ കേസിൽ പ്രതികളായി ജയിലിലാണ്. വെറും മോഷണമല്ല, അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിലെ പ്രതികളായിട്ട് ജയിലില്ല. അവർക്കെതിരെ ഒരു നടപടി എടുത്തോ? അതിന്റെ അർത്ഥം അവരെ സംരക്ഷിക്കാനായിട്ട് അല്ലെ?
കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ കൂടെ ചുമതലയുള്ള ആളല്ലേ, ജയിലിലല്ലേ നേതാക്കന്മാർ രണ്ടുപേരെയും. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ഈ രണ്ടുപേരും. വാസു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ്. പത്മകുമാർ പണ്ട് VS പിണറായി പോരാട്ടം നടക്കുന്ന കാലത്ത് VSന്റെ കയ്യിൽ നിന്നും പത്തനംതിട്ട ജില്ലയെ മോചിപ്പിച്ച് പിണറായിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആൾ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ ആളാണ് പത്മകുമാർ. ഈ രണ്ടുപേരും ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച മോഷണ കേസിൽ പ്രതികളായി ജയിലിൽ നിൽക്കുകയാണ്. എന്നിട്ടൊരു പാർട്ടി കൊട വിളിച്ചു കൊടുക്കുക. അപ്പൊ പാർട്ടിക്ക് പങ്കുണ്ടോ? അതാണ് എന്റെ അർത്ഥം. നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? അവര് പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുന്നുള്ള പേടിയാണ്. അതാണ് അല്ലെ പേടി. അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഈ ചോദ്യം MP ഗോവിന്ദനോടും പിണറായി വിജയനോടും നിങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരത് ചോദിക്കാത്തവരോട്? മോഷണ കേസിൽ പ്രതിയായിട്ട് രണ്ടുപേരും ജയിലിൽ. എന്നിട്ടൊരു വിഷയം വന്നപ്പോ നടപടിയെടുത്ത ഞങ്ങളോട് അതേ കാര്യത്തില് ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത്? ആ കാര്യം ഞങ്ങൾ ക്ലിയർ ആണ്. പക്ഷെ പാലക്കാട് ജില്ലയിൽ പല സ്ഥലത്തും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഒക്കെ സജീവമാണ്. കൂട്ടിയൊഴിച്ചൊക്കെ വീടുകൾ കയറി അത് മാത്രമല്ല, ഒന്നുകൂടെ പറയാം. അതായത് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ച അതിലെല്ലാം രാഹുൽ സജീവമായിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം വീട് കയറിയുള്ള പ്രചരണമുണ്ട്. അങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അത്തരത്തിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുമോ ഇല്ലയോ? ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാം KPCC പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും. ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയത്തില്ല. അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല. സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിച്ചു. താങ്കൾക്ക് മറുപടി പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഏതിലെ VK ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം പ്രചരണത്തിന് ഉൾപ്പെടെ ഇറങ്ങുന്നത് UDFന്റെ MLA ആയതുകൊണ്ടാണെന്നാണ്. UDFന്റെ MLA ആണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് താങ്കൾ മറുപടി പറയും. ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞു. ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി എന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. പാർട്ടി നടപടി നേരിട്ട ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കും മറ്റു പരിപാടികൾക്കും വരാൻ കഴിയുമോ, പങ്കെടുക്കാൻ കഴിയുമോ? നിങ്ങളത് KPCC പ്രസിഡന്റ് കൂടുതൽ നടപടികൾ ഇനി ഞാൻ പറയാൻ പറഞ്ഞു. ഈ വിഷയത്തിൽ ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞല്ലേ, ഞാനല്ല അത് പറയേണ്ടതാണ്. KPCC പ്രസിഡന്റ് പറയുന്നത്. പാലക്കാട് നഗരസഭയിൽ ഇപ്പോ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം പറഞ്ഞത്. അപ്പൊ ഈ ഇത്തരത്തിലൊരു വ്യക്തിയെ മുൻനിർത്തിയിട്ട് നിങ്ങൾ വോട്ട് നേടുമ്പോൾ അതൊരു മോശം ഇമ്പാക്ട് അല്ലേ ഉണ്ടാക്കുക? കേരളം മുഴുവൻ 2 മോഷണ കേസിലെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് CPM വോട്ട് നേടുന്നത്. ഞാൻ ഇതിന്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഇപ്പോ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കും എന്തിനാ ഞങ്ങളോട് എന്താ? ഞാൻ ഒറ്റ ചോദ്യത്തിൽ എന്റെ മറുപടി ഒറ്റ വാചകമാണ്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? ബഹളം ഉണ്ടാക്കില്ല, അത്ര ആവേശം കാണിക്കില്ലേ, ബഹളം ഉണ്ടാക്കില്ലേ. ഞാൻ മറുപടി പറയല്ലേ, ഒറ്റ വാചകം. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എന്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ്. നടപടി എടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ. സസ്പെൻഷന്റെ മാനദണ്ഡം എങ്ങനെയാണ്? സസ്പെൻഷൻ എങ്ങനെയാണ്? അല്ലെ ഒരാൾക്ക് എങ്ങനെയാണ് പെരുമാറാൻ കഴിയുക? എല്ലാ പ്രിവിലേജോടും കൂടി രാഹുലും ഞങ്ങൾ എല്ലാ പ്രിവിലേജോടും കൂടി ഇവിടെ നടക്കുകയാണ്. സസ്പെൻഷനിലായ ഒരു കോൺഗ്രസ് ഒരു പൊതുപ്രവർത്തകൻ വീണ്ടും ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ സസ്പെൻഷൻ നേരിടുന്ന ഒരാൾ സാങ്കേതികമായി പുറത്താക്കില്ല എന്ന് പറയുന്നു. പക്ഷെ ആ ഈ സസ്പെൻഷനിലുള്ള ഒരാൾ വീണ്ടും പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നത് ഒരു നല്ല മാതൃകയാണോ? അതിപ്പം സംഘടനാപരമായി ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി നിങ്ങൾ എന്തായാലും ഞാൻ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ടൈറ്റിലായിരിക്കുമല്ലോ നിങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഞാൻ പറയാത്ത കാര്യമായിരിക്കുമല്ലോ കൊടുക്കുന്നത്. പുതിയ പശ്ചാത്തലത്തിൽ പോലീസും കുറച്ചുകൂടെ നടപടികളിലേക്ക് കടക്കണ്ടല്ലേ? രാഹുൽ ഇനിയും പ്രചരണത്തിന് ഇറങ്ങുമോ?
സ്ഥാനാർത്ഥികളുടെ കൂടെ? ഞാൻ പറയില്ല, എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ അല്ല, അത് UDF ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചോണ്ടിരുന്നോ? ഈ നിലവിൽ ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ശബരിമല അറസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഈ CPM ഇക്കാര്യത്തിൽ ഒരു മൃദു സമീപനമാണ് സ്വീകരിച്ചത്. തീർച്ചയായിട്ടും ഞാൻ അതല്ലേ പറഞ്ഞത്. ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം കൊള്ളയടിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന പാർട്ടി നേതാക്കൾക്കെതിരായി ഒരു നടപടി പോലും എടുത്തിട്ടില്ല. മോഷണ കേസിലെ പ്രതികളാണ് അവര്. അവരെ പ്രൊട്ടക്ട് ചെയ്യണം പാർട്ടി CPM. അതായത് പേടിച്ചിട്ടാണ്. അവർക്കെതിരായി നടപടിയെടുത്താൽ അവര് ഇനിയും അറിയപ്പെടുന്ന CPM നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുന്നതാണ്. ആദ്യം ഇവര് പറഞ്ഞാൽ ഏതോ ഒരു പോറ്റി ചെയ്താണെന്നാണ്. അന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ ഏതോ ഒരു പോറ്റി ചെയ്തതല്ല, CPM നേതൃത്വത്തിന്, ദേവസ്വം ബോർഡ് നേതൃത്വത്തിന്, മന്ത്രിമാർക്ക് എല്ലാം ഇതിൽ പങ്കുണ്ട് എന്നാ പ്രതിപക്ഷം പറഞ്ഞത്. പിന്നെ കോടതി പറഞ്ഞല്ലോ, ഇത് അറിഞ്ഞിട്ട് അവിടെ ഇത്രയും വലിയ കൊള്ള നടന്നു എന്ന് അറിഞ്ഞിട്ടും വീണ്ടും എന്താ ചെയ്ത്? അത് ജനങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും കക്കാൻ ഇറങ്ങിയതല്ലേ. വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതെടുത്ത് കൊടുത്തുകൊണ്ട് ഇല്ലേ? അതല്ലേ കോടതി ചോദിച്ചത്. വ്യാജ ചെമ്പുമാല ഉണ്ടാക്കി ഒറിജിനൽ കൊണ്ട് കോടീശ്വരന് വിറ്റു. ഞാൻ ഇത് ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതിനെതിരായി എനിക്ക് കേസ് കൊടുത്തു. ഇപ്പൊ എന്തായി സ്ഥിതി? ഇപ്പൊ മൊഴിയുണ്ടോ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട്? കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് ഞങ്ങളുടെ തെളിവുകളുണ്ടല്ലോ, SITയുടെ കയ്യിൽ തെളിവുകളുണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അടക്കമുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ആളല്ലേ കടകംപള്ളി സുരേന്ദ്രൻ, അന്നത്തെ ദേവസ്വം മന്ത്രി. രാഷ്ട്രീയ നേതൃത്വത്തിന്, CPM നേതൃത്വത്തിന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രതിപക്ഷം പറഞ്ഞപ്പോ പലരും വിമർശിച്ചു. പ്രതിപക്ഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിയുടെ വിധിയിൽ അടിവരയിട്ട് പറഞ്ഞു. SIT അത് അന്വേഷിച്ചപ്പോ ഓരോരുത്തരായിട്ട് ജയിലിലേക്ക് പോകല്ലേ? ജയിലിലേക്കുള്ള ഘോഷയാത്രയല്ലേ തുടങ്ങിയിരിക്കുന്നത് അല്ലേ? CPM മറുപടി പറയണ്ടേ? ഈ നിലവിലെ അന്വേഷണത്തില് തൃപ്തിയുണ്ടോ? അതായത് അല്ല, നിലവിലെ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് CBI അന്വേഷണമാണ്. പക്ഷെ കോടതി ഇടപെട്ടിട്ട് കോടതി SITയെ നിയമിച്ചു. SITയെ സൃഷ്ടിക്കാൻ ഗവൺമെന്റിനോടല്ല കോടതി പറഞ്ഞു. കോടതി തന്നെ SITയിലെ അംഗങ്ങളെ സെലക്ട് ചെയ്തു. എന്നിട്ട് കോടതി SITയോട് പറഞ്ഞു, നിങ്ങൾ റിപ്പോർട്ട് ഒരിടത്തും കൊടുക്കരുത്, ഇവിടെ മാത്രമേ തരാൻ പാടുള്ളൂ. ഗവൺമെന്റിൽ അത്രയും വിശ്വാസമുള്ളൂ. ഗവൺമെന്റിൽ കൊടുത്താൽ ഇത് പാലിക്കും. മനസ്സിലായി? സർക്കാർ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അന്വേഷണം നടത്തും. അതിന് വിശ്വാസമുണ്ട്. അവർ നല്ല രീതിയിൽ പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടി ഇതാകണമെന്ന് മാത്രമേ. ഈ മുൻ മന്ത്രിയിലേക്ക് ഉൾപ്പെടെ വരണമല്ലോ. വരാൻ തെളിവുകളുണ്ടല്ലോ. ഞങ്ങളുടെ കയ്യിലുണ്ട്, SITയുടെ കയ്യിലുണ്ട് തെളിവ്. ഞങ്ങൾ വെറുതെ ഒന്നും വ്യക്തിപരമായിട്ട് ആരും ഡാമേജ് ചെയ്യാൻ വേണ്ടി പറയില്ലല്ലോ. ഞാനത് പറഞ്ഞപ്പോ എനിക്കെതിരായിട്ട് കേസ് കൊടുത്താൽ ഇപ്പൊ എവിടെയെങ്കിലും അല്ല പോവില്ല എന്നാണ് വിചാരം. കാരണം കേന്ദ്ര ഏജൻസി അല്ലല്ലോ അന്വേഷിക്കുന്നത്. കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിക്കണമെങ്കിൽ ബിരിയാണി ചെമ്പ് പോലെ പോയാൽ 5 ലക്ഷം വീടുകൾ നമ്മൾ പറയുന്നു 5 വർഷം കൊണ്ട്. അത് എങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ട് അഡ്മിഷൻ ചെയ്യുന്നത്? അത് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങൾ തന്നെ നേരത്തെ 5 ലൈഫ് മിഷൻ വരുന്നതിന് മുമ്പ് 5 സ്കീമാണ് ലൈഫ് മിഷൻ മാർക്ക് ചെയ്തത്. അത് ഞങ്ങളൊന്ന് സ്റ്റഡി ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ 5 സ്കീമിൽ കൂടി 5 കൊല്ലം കൊണ്ട് 4,55,000 വീട് പണിതു. ഇവര് ലൈഫ് മിഷൻ കൊണ്ട് 9.5 കൊല്ലം കൊണ്ട് അത്ര ആയിട്ടില്ല. അപ്പൊ 5 കൊല്ലം കൊണ്ട് 5 ലക്ഷം വീട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ വീട് നിർമ്മാണത്തിന്റെ തുക കൂടി കൂട്ടേണ്ടി വരും. 5 ലക്ഷം രൂപയിൽ ഈ പറയുന്ന സ്ഥലത്തുള്ള വീട് വെക്കാൻ പറ്റില്ല. കാരണം കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വില കൂടി അത് വർദ്ധിപ്പിച്ചു. അപ്പൊ കേന്ദ്ര സ്കീമുകളെയും സ്റ്റേറ്റ് സ്കീമിനെയും ലോക്കൽ ബോഡി സ്കീമിനെയും എല്ലാം മർജ് ചെയ്തുകൊണ്ടുള്ള ടാർഗറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് ഓരോ സെക്ടറിലും സ്റ്റഡി ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ കൺക്ലൂഷനിലേക്ക് എത്തിയത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5 ലക്ഷം വീടുകൾ 4,55,000. 4,50,000 തെറ്റാണ്. അന്ന് നിയമസഭ ഇപ്പോഴത്തെ കാര്യമില്ല. നിയമസഭാ രേഖകൾ കൃത്യമായി പറയുന്നുണ്ട് 3-30 സംതിങ് വീടേ കൊടുത്തു കൃത്യമായി 4,50,000 വീട് അന്നില്ല. ഞാൻ ഇക്കാര്യത്തില് നിയമസഭയിൽ നിന്നുകൊണ്ട് വെല്ലുവിളിച്ചാണ് മുഖ്യമന്ത്രി അടക്കം ഉള്ള ഭരണവർഷത്തെ മുഴുവൻ. താങ്കളുടെ കയ്യിൽ ഏത് കണക്കാണെന്ന് അറിയില്ല, എന്റെ കയ്യിൽ, അതായത്
ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ, ഞങ്ങൾ ഒരുമിച്ചല്ല ചോദിച്ചത്, ഞങ്ങൾക്കല്ല ബുദ്ധി ഉണ്ടായിരുന്നത്, ഒരുമിച്ച് ചോദിച്ചാൽ കണക്ക് തരില്ല, വിവരം ശേഖരിച്ചു വരുന്നത്. ഞങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ, അതായത് ലോക്കൽ ബോഡി, പിന്നെ കേന്ദ്ര സ്കീമിന്റെ അകത്ത് ചെയ്തത്, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തത്, പട്ടികജാതിക്കാർക്ക് ചെയ്തത്, പട്ടികവർഗക്കാർക്ക് ചെയ്തത്, ഇതെല്ലാം സെപ്പറേറ്റ് ചോദിച്ച് സെപ്പറേറ്റ് മന്ത്രിമാർ നിയമസഭയിൽ തന്ന മറുപടിയുണ്ട്. ഞാനാണത് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് 4,55,000. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കുറവുണ്ടോന്ന് വെല്ലുവിളി. കാരണം വെല്ലുവിളി ഏറ്റെടുക്കാൻ ഗവൺമെന്റിന് പറ്റുമോ? കാരണം എന്താ, അവരുടെ മന്ത്രിമാര് തന്നെ എഴുതി തന്നിരിക്കുന്ന സാധനമാണ്. ഇപ്പൊ ഇവിടുന്ന് പോകുന്നതിന് തരാം അതിന്റെ കണക്ക് മന്ത്രിമാര് തന്നതിന്റെ കുഴപ്പമില്ല. ഈ വയനാട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയത്തിന് മുസ്ലിം വിഭാഗത്തിന് സീറ്റ് നൽകിയില്ലെന്ന് സമസ്ത ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ നമ്മളൊരു സാമുദായികമായിട്ടല്ല നമ്മൾ സീറ്റ് നിശ്ചയിക്കുന്നത്. ഓരോ സീറ്റും പരിശോധിച്ചിട്ടാണ്. ഞങ്ങൾ സാധാരണ സീറ്റ് കൊടുക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ക്രോസ് സെക്ഷൻ സാധാരണ അതിൽ വരും. അത് എവിടെയെങ്കിലും ഒരു കുറവോ തെറ്റോ പറ്റിയിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും പരിശോധിക്കും. ആര് പറഞ്ഞാലും പരിശോധിക്കും. ഈ പാലക്കാട് നഗരസഭ അടക്കം BJP 10 വർഷമായി ഭരിക്കുന്നു. അപ്പൊ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ അതേപോലെ തന്നെ BJP ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്. അത് തിരിച്ചടിയാവും. ഞാൻ അതിനെ കുറിച്ചൊന്നും നോ കമന്റ്സ്. കാരണം അദ്ദേഹം എന്നേക്കാൾ മുതിർന്ന നേതാവാണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമാണ്. അദ്ദേഹത്തെ കുറിച്ചൊരു കമന്റ് ഞാൻ പറയാൻ പാടില്ല. ഞാൻ അദ്ദേഹത്തെക്കാൾ താഴ്ന്ന രീതിയിൽ നിൽക്കുന്ന ഒരാൾ. എനിക്ക് ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ വിമർശിക്കാൻ പറ്റില്ല. ദേശീയ നേതൃത്വം അതിനെ കുറിച്ചുള്ള അഭിപ്രായം തിരിച്ചടി ആവില്ല ഇത്തരം പരാമർശങ്ങൾ. ഇവിടെ ഒന്നുമല്ലല്ലോ വിഷയം. നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്ത് വിഷയമാണ് ചർച്ച ചെയ്യുന്നതെന്ന് വളരെ ക്ലിയറാണ്. ഒന്ന് സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം, 2 UDFന്റെ മാനിഫെസ്റ്റോ. ഇത് രണ്ടുപേരും ചർച്ച. ഇതിന്റെ അജണ്ട ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട അത് പ്രതിപക്ഷമാണ്. ജനങ്ങൾ പ്രതിപക്ഷത്തിന്റെ കൂടെയാണ്. അതുകൊണ്ട് ജനങ്ങൾ ആ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടയായിരിക്കും, പൊളിറ്റിക്കൽ അജണ്ടയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. പൊളിറ്റിക്കൽ അജണ്ട പ്ലസ് ഡെവലപ്മെന്റ് അജണ്ട, വികസന അജണ്ട. ഇത്തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാന തലത്തിന്റെ പറയുന്നത് താങ്കളുടെ ഒരു അനാലിസിസ്, UDFന്റെ അനാലിസിസ് BJPക്ക് മുന്നേറ്റമായിരിക്കും അതോ മുന്നോട്ട് പോകലായിരിക്കും? BJP ചിത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയുമ്പോഴാണ്. നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എല്ലാ സ്ഥലത്തും ഭയങ്കര രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ. ഈ പുതിയ നേതൃത്വത്തെ അവരുടെ പഴയ നേതൃത്വം അംഗീകരിച്ചിട്ടില്ല. ഞാൻ കരുതുന്നില്ല അവർ കയറി വരുന്നു. ഈ CPM പോലെ എവിടെയെങ്കിലും ധാരണ ഉണ്ടാക്കി അത് മാത്രമല്ല, അല്ലെങ്കിൽ കയറി വരില്ല. പക്ഷെ എല്ലാം ഇങ്ങനെയൊക്കെ ആരും മറുപടി പറയും. ഒരു പാവത്തിനെ പോലെ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഇതേപോലെ ആരും മറുപടി പറയും. ആകാശത്ത് നിന്ന് കീഴിലുള്ള എല്ലാത്തിനും ചോദിച്ചു. ഞാൻ എല്ലാത്തിനും മറുപടിയും പറഞ്ഞു. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റും ഇതുപോലെ? സാധാരണഗതിയിൽ ഉണ്ടാവാത്തൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഈ ക്യാമ്പസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പണ്ട് സജീവമായ ചർച്ചകൾ ഉയർന്നു വരുന്നതായിരുന്നു. പ്രത്യേകിച്ച് LDF ആയിരുന്നു എല്ലാ കാലത്തും പ്രകടന പത്രികയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം സജീവമാക്കും എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പല ക്യാമ്പസുകളിൽ നിന്നും രാഷ്ട്രീയം പുറത്താണ്. അപ്പോ UDF അധികാരത്തിൽ വരുവാണെങ്കിൽ ആ കാര്യത്തിലൊരു സമീപനം ഉണ്ടാവും. തീർച്ചയായിട്ടും ക്യാമ്പസ് രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നുള്ള അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ക്യാമ്പസ് രാഷ്ട്രീയം, ഈ അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തോട് ആളുകൾക്കും പൊതുസമൂഹത്തിനും കുട്ടികൾക്കും വെറുപ്പുണ്ടായത്? അത് അക്രമ രാഷ്ട്രീയമായി, ഏകാധിപത്യമായി, ഇടിമുറികളായി. കോളേജ് യൂണിയൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇടിമുറികളായി മാറി. ആ വയലൻസ് പൂർണ്ണമായി ഇല്ലാതാക്കും. വയലൻസ് അവിടെ സർഗാത്മകമായ ഒരു കോളേജ് ക്യാമ്പസ് ഉണ്ടാകണം. അതിന് രാഷ്ട്രീയം ഉണ്ടാകണം. കുട്ടികൾ പൊളിറ്റിക്കലാകണം. കുട്ടികൾ അപ്പൊളിറ്റിക്കലാകണം. അരാഷ്ട്രീയവാദികളായി കുട്ടികൾ വളരരുത്. രാഷ്ട്രീയം പൊളിറ്റിക്കലായിട്ട് കുട്ടികൾ വരണം. ജനാധിപത്യവാദികളായി, അല്ലെ, സ്ത്രീപക്ഷവാദികളായി, എൻവയൺമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നവരായി, ഏറ്റവും സൈഡ് ലൈൻഡായി കിടക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തണം എന്നുള്ള ചിന്ത വരുന്ന പൊതുസമൂഹത്തെ കുറിച്ച് ധാരണയുള്ള പൊളിറ്റിക്കലായി, ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൽ അംഗമാണെന്നല്ല, പൊളിറ്റിക്കലായി തന്നെ സർഗാത്മക രാഷ്ട്രീയവും സർഗാത്മക ക്യാമ്പസും ഉണ്ടാകും. ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിച്ച തന്നെ ഈ CPMന്റെ അതേ പണി ഈ SFI ഒക്കെ ക്യാമ്പസ് ചെയ്തതോടുകൂടിയാണ് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തോട് ഒരു പൊതുസമൂഹത്തിനും പേരൻസിനും ഒക്കെ വലിയ എതിർപ്പ് വന്നത്. അങ്ങനെ ശരി.